പയ്യന്നൂർ, പയ്യന്റെ ഊര്, ശിവസുധനായ ശ്രീ പെരുമാളിന്റെ ഊര്. ഏഴിമലകളുടെ താഴ്വാരത്തിൽ വണ്ണാത്തിപ്പുഴയും അറബിക്കടലും സഹ്യാദ്രി മലനിരകളും അതിരിടുന്ന ഭൂപ്രദേശം. പുരാതന കേരളത്തിലെ 4 മണിഗ്രാമങ്ങളിൽ പവിത്രമോതിരത്തിന്റെ വിശുദ്ധിയും ഓട്ടുവിളക്കിന്റെ ഐശ്വര്യവും നിറഞ്ഞ നാട്. പുകൾപെറ്റ പയ്യന്നൂർ പെരുമാളിന്റെ പടിഞ്ഞാറ് മാറി കൗവായി കായലിനെ തലോടി നിൽക്കുന്ന കൊറ്റി പ്രദേശം. കൊറ്റിയുടെ തിലകക്കുറിയായി നിലകൊള്ളുന്ന കൊറ്റി ശ്രീ ആദി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം. മതനിരപേക്ഷതയുടെ താഴിക കുടമേന്തി നിൽക്കുന്ന കൊറ്റി ജുമാ മസ്ജിദും മൂഷിക രാജവംശത്തിന്റെ തിരിശേഷിപ്പുകളുമായി നിലകൊള്ളുന്നു ഈ പുണ്യക്ഷേത്രം. യാദവകുലത്തിൽപ്പെട്ട ഇരുമയാൻ വിഭാഗത്തിന്റെ കുലദേവതയാണ് ശ്രീ കണ്ണൻ കാട്ടിയ ഭഗവതി എന്ന് പറയാറുണ്ട്. 2 അവസരത്തിലായിട്ടാണ് പേരെന്ന് ആധാരം. കംസവധത്തിനായിട്ടാണ് ശ്രീകൃഷ്ണാവതാരം. കംസ സഹോദരിയും വസുദേവ പത്നിയുമായ ദേവകി ഗർഭത്തിൽ അഷ്ടപുത്രനായ മഹാവിഷ്ണു പിറക്കവേ യശോദാ നന്ദഗോപുരുടെ മകളായി സാക്ഷാൽ പരാശക്തി അമ്പാടിയിലും പിറന്നു. വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വസുദേവർ തങ്ങളുടെ പുത്രനെ അമ്പാടിയിലേക്കും യശോദ നന്ദിനിയെ ദ്വാരകയിലേക്കും മാറ്റി. തന്റെ കാലനായി അഷ്ടമപുത്രന് പകരം പുത്രിയെ കണ്ട് കംസൻ തെല്ലി ശങ്കിച്ചെങ്കിലും മുഖ്യന്മാരുടെ ഉപദേശപ്രകാരം പെൺവധത്തിനായി പൊന്നോമനയെ കാലിൽ പിടിച്ച് പാറയിലടിച്ചു കൊല്ലാൻ മുകളിലേക്ക് ഉയർത്തവേ കുട്ടി കയ്യിൽ നിന്നും തെറിച്ച് മുകളിലേക്ക് പോയി. ഒരത്യന്ത രൂപമായി മാറി ഒരശരീരിയും. നിന്റെ കാലൻ ഭൂമിയിൽ പിറന്നിട്ടുണ്ട്. നിന്റെ പരാക്രമം എന്നോട് കാട്ടിയിട്ട് എന്തു കാര്യം? കൊല്ലുവാനാണെങ്കിലും എന്റെ പാദം പിടിച്ചതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന അശരീരിയോടെ ആ രൂപം അന്തർധാനം ചെയ്തു. സംഭവബഹുലമായ ജീവിതകഥയിൽ കൃഷ്ണൻ ഭൂമിയിൽ വാഴുകയും ദുഷ്ടരെ മുഴുവൻ വധിച്ച് ശിഷ്ടരെ പരിപാലിച്ച ശേഷം ദ്വാപരയുഗാവസാനം സ്വർഗാരോഹണത്തിന് തയ്യാറായ കൃഷ്ണനോട് ഗോപസമൂഹം, മായൻ വിഭാഗം ഇനി ഞങ്ങൾക്കാരാണ് ആശ്രയമെന്ന് ചോദിച്ചു. ജനനകാലത്ത് പരാശക്തിയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കണ്ണനെ കാട്ടിയ ഭഗവതി പിന്നീട് കണ്ണൻ കാട്ടിയ ഭഗവതി എന്നും പേരുണ്ടായി. ഭഗവാൻ മായയിൽ ഉണ്ടാക്കിയ വിഭാഗം മായൻ എന്ന പേരിലും അറിയപ്പെട്ടു. കണ്ണാടുകളിൽ, കാവുകളിൽ കണ്ണങ്ങാട്ട് ഭഗവതി ആരാധിക്കാനും തുടങ്ങി. 11 ദേശത്തിലായി 11 കണ്ണങ്ങാടുകൾ. മായൻ മണിയാണി കണ്ണങ്ങാടുകളിൽ കണ്ണങ്ങാട്ട് ഭഗവതി ആരാധിക്കുവാനും തുടങ്ങി. 11 ദേശത്തിലായി 11 കണ്ണങ്ങാടുകൾ. ഇതിൽ ആരൂഢ സ്ഥാനത്ത് ആദി കണ്ണങ്ങാടായി കൊച്ചിയിലും സ്ഥാനം കൊണ്ടു. കാരളിക്കര, രാമന്തളി, കൊക്കാനിശ്ശേരി, എടനാട്, കുറ്റൂർ, കാങ്കോൽ, വെള്ളോറ, പെരിങ്ങോം, ആലപ്പടമ്പ്, കിഴക്കേ ആലക്കാട്. ഇതാണ് മായൻ മണിയാണിയുടെ 11 കണ്ണങ്ങാട്. സ്വർഗാരോഹണ ശേഷം കണ്ണൻ കാട്ടിയ പരാശക്തിയെ പരമേശ്വരപുത്രിയായി കൽപ്പിച്ചു. തൻ്റെ തന്നെ സൃഷ്ടിയായ 6 മറുവരിലും ഉഗ്രരൂപിയായി മാറി. പൊന്മകൾ എന്ന നാമവും നൽകി. കൈലാസവന്ദനത്തിനു ശേഷം ഭൂമിയിലേക്ക് യാത്രയായി വൈരപ്പെരുമല, പഴശ്ശിപ്പെരുമല എന്നിവ കടന്ന് പഴശ്ശിപ്പെരുമാൾ ചെന്ന് വണങ്ങി ഒരു വ്യാഴവട്ടം പഴശ്ശി ഭഗവതി എന്ന പേരിൽ കുടികൊണ്ടു. പിന്നീട് പഴശ്ശിപ്പെരുമാളുടെ അനുവാദത്തോടുകൂടി വയത്തൂർ മഠം വഴി പയ്യാവൂർ വടക്കേ കാവിലെത്തി. അപ്പോൾ വയത്തൂർ കാലിയാർക്ക് സംശയമായി. കാരണം ഈ വന്നിരുന്നവൾ ചില്ലറക്കാരിയല്ല. എൻ്റെ പയ്യാവൂർ തട്ടിനുമേൽ മുടങ്ങിക്കിടക്കുന്ന ഉത്സവം ഭംഗിയായി കഴിപ്പിക്കണം. എൻ്റെ ഊട്ടുത്സവത്തിന് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുമടിയാത്തും കുടിപതികളും വന്നു ചേരുന്ന സമയത്ത് ചുവന്ന പുല്ല് കണ്ടാലും വെളുത്ത മേനി കണ്ടാലും സഹിക്കുന്നവളല്ലല്ലോ. മകളാണെങ്കിലും
കണ്ണൻ കാട്ടിയ ഭഗവതിയായതിനാൽ എൻ്റെ ഊട്ടുംപത്തും കഴിയുന്നതുവരെ അണ്ണായിക്കടവിൽ ഒരു കണ്ണും ചെവിയും പൊത്തി ആഴിയിലെ നീരും കുടിച്ച് കൈതയുടെ തണലിൽ ഇരുന്നു പോരട്ടെ. കാർവള്ളി ബ്രാഹ്മണർ ഭഗവതിയുടെ തിടമ്പും തിരുവായുധവും എടുത്ത് പഴശ്ശി ഭഗവതി എന്ന പേരിൽ ഉത്സവവും കഴിഞ്ഞു. ഭഗവതിയെ തിരിച്ചയക്കാത്തതിൽ പ്രതിഷേധിച്ച് കോപാകുലയായ ദേവി കണ്ണിൽ കണ്ടത് മുഴുവൻ അടിച്ചു തരിപ്പണമാക്കി. വിവരമറിഞ്ഞ വയത്തൂർക്കാലിയാർ ദേവിയുടെ കോപം ശമിപ്പിക്കുന്നതിനായി ഇപ്രകാരം പൊഴിഞ്ഞു: പയ്യാവൂർ വടക്കേക്കാവിൽ 3 ദിവസത്തെ മേലേരിയും തിരുമുടിയും കളിയാട്ടവും, വീട് തോറും കളിയാമ്പള്ളിയും ആളുകൾ തോറും ശേഷക്കോഴിയും മകൾക്ക് സമ്മതിച്ചു കൊടുത്തു. ഭഗവതി സംപ്രീതയായി. ഇതിൽ വീടുകൾ തോറും കളിയാമ്പള്ളി എന്നതിന് പകരം എണ്ണാന കൊണ്ട് 101 മേലേരി സങ്കല്പം, കോഴിയറവും പിന്നീട് നായനാരെ കണ്ടെത്തുവാൻ ദേവി നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്രയായി. ചെറുവത്തൂർ ഓരിക്കടവിലെത്തിയപ്പോൾ മൊയോനെയും നെല്ലിക്കാത്തീയനെയും കണ്ടു. അതിൽ മൊയോൻ ദേവിയെ ദീപവും തിരിയും വെച്ച് സ്വീകരിച്ചു. നെല്ലിക്കാത്തീയൻ ഇളനീർ നൽകി. ഒരു വ്യാഴവട്ടക്കാലം ഓരിച്ചേരിക്കല്ലിൽ ഓരിച്ചേരി ഭഗവതി എന്ന നാമത്തിൽ അറിയപ്പെട്ടു. പിന്നീട് ഉദനൂർ കോലോത്തെത്തിയ ദേവി ഒരു വ്യാഴവട്ടക്കാലം അവിടെയും കഴിച്ചു. ഈ കാലത്ത് ഉദനൂർ കോവിലകത്ത് കുളിച്ചു തൊഴാനെത്തിയ മണിയാണിയുടെ കെട്ടും ചുറ്റും ഞൊറിയും കുറിയും അടക്കവും ആചാരവും ഭക്തിയും വിശ്വാസവും നന്നേ ബോധിച്ച ദേവി ക്ഷേത്രപാലകന്റെ അനുവാദത്തോടെ പുത്തൂർ മണിയാണിയുടെ വെള്ളോലമൈക്കുട ആധാരമായി കൊച്ചി തറവാട്ടിലെത്തി. ആ കുടയുടെ ഇളക്കവും അനക്കവും കണ്ട് പ്രശ്നചിന്ത നടത്തി. ദേവിയെ അവിടേക്ക് വിളക്ക് വെച്ച് പൂജിക്കുകയും പിന്നീട് മനവക ക്ഷേത്രം പണിയാൻ സ്ഥലം നൽകുകയും ആദ്യ 2 ദിവസം മനവക കളിയാട്ടം കഴിക്കുമെന്നും വെള്ളയിൽ അരങ്ങിൽ ഇറങ്ങുന്നതുകൊണ്ട് അന്ന് കോഴി അറവില്ല. കാലക്രമേണ പിലാങ്കു, പുളുക്കോൽ, തെക്കടവൻ എന്നീ 3 തറവാട്ടുകാരെയും കൂട്ടി അവകാശികളാക്കുകയും ചെയ്തു. 4 കൊല്ലം കഴിഞ്ഞ 5-ാമത്തെ കൊല്ലം ആദ്യത്തെ ആഴ്ച ധനുമാസത്തിൽ 6 ദിവസത്തെ കളിയാട്ടവും പുത്തിരി, നിറ, വലിയ വഴിപാട്, പൂരം, 12 സംക്രമം, 12 ചൊവ്വ എന്നിവയും കഴിപ്പിക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു കളിയാട്ടക്കാലം. മണ്ണും വിണ്ണും അലയാഴിയും അഖിലചരാചരങ്ങളും സൗരയൂഥങ്ങളും ദേവീദേവന്മാരും പുഷ്പവൃഷ്ടി ചുരിഞ്ഞ് അനന്തവിഹായസിൽ അനുഗ്രഹം ചൊരിയുന്ന നിമിഷങ്ങൾ. ചെണ്ടകളുടെയും കുഴലുകളുടെയും വാദ്യസമ്മേളനം. അരമണിയും വാളും ചിലമ്പും സമഞ്ജസമാകുന്ന അന്തരീക്ഷം. മേലേരി ചൂടിൻ്റെയും ചൂറ്റുകട്ടകളും വെള്ളോലക്കുടകളും ദൈവക്കോലങ്ങളുടെയും സാന്നിധ്യത്താൽ അനുഗ്രഹീതമാകുന്ന ദിനരാത്രങ്ങൾ.
എഴുന്നള്ളത്ത്. പണ്ടുകാലങ്ങളിൽ പൂരോത്സവത്തോടനുബന്ധിച്ചാണ് ഏളത്ത് നടത്തിവരാറുള്ളത്. എന്നാൽ ക്ഷേത്രത്തിൽ ആചാരക്കാരുടെ പരിമിതികൾ മൂലം ഇപ്പോൾ ഉത്സവകാലത്ത് മാത്രമാണ് ഏളത്ത് നടത്തിവരാറുള്ളത്. മനകളിലും പയ്യന്നൂർ ഗ്രാമത്തിലും പയ്യന്നൂർ ക്ഷേത്ര പരിസരത്തുള്ള പട്ടന്മാർ മഠത്തിലും പൂന്തുരുത്തി മുച്ചിലോട് അകമ്പടിമാരുടെ ഇടത്തിലും സമുദായാംഗങ്ങളുടെ വീടുകളിലും മാത്രമേ ഏളത്ത് പോകാറുള്ളൂ. തൂയ്മയായി നിലനിൽക്കുന്നതിൻ്റെ രേഖപ്പെടുത്തലാണ്. പിന്നെ നമ്പരണേ ആദ്യം പോകേണ്ടത് പയ്യന്നൂർ ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള ഒളവറ മഠത്തിലാണ്. ഇവിടെ ദേവിമാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടവും ദാഹം തീർക്കാൻ ഇളനീരും പാലും കരുതിയിരിക്കും. തായക്കാട്ട് മനയുടെ സംരക്ഷണ ക്ഷേത്രമാണ് കണ്ണങ്ങാട് എന്ന് പറയപ്പെടുന്നു. 5 ദിവസത്തെ കളിയാട്ടത്തിൽ ആദ്യ 2 ദിവസം ഇവരുടെ വക കളിയാട്ടം പണ്ടുകാലങ്ങളിൽ നടത്താറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തായക്കാട്ട് മനയുടെ ബന്ധുത്വമുള്ള മനയാണ് ഒളവറ മഠം. പിന്നീട് പോകേണ്ടത് കോയ്മയുടെ തറവാടായ കിഴക്കേ വീട്ടിൽ. ഇവിടെ ക്ഷേത്രത്തിലെ ഉപദേവിയായ കുണ്ടൂർ ചാമുണ്ടിയെ കെട്ടിയാടിക്കുന്നു. പൈനുപ്പെരുമാൾ മോൻ്റെ അടുത്ത് കൈയെടുക്കുന്ന കാലത്ത് ഞാൻ ദീപം കണ്ട് ആ നേരത്തെ കൈയെടുത്തതിലേ കാരണം തന്നെ കൊണ്ട് പിന്നീട് പയ്യന്നൂർ പെരുമാളെ വണങ്ങി പെരുമാളെ ഊരുവട്ടത്തിൽപ്പെട്ടതാണ് കൊച്ചി കണ്ണങ്ങാട്. കളിയാട്ട ദിവസം ഇവിടുന്ന് ദീപവും തിരിയും കൊണ്ടുവരാറുണ്ട്. പിന്നെ പെരുമാൾക്ക് കൂഴം കെട്ടുന്ന ചടങ്ങുമുണ്ട്.
അടുത്തതായി വണ്ണാടിൽ മീത്തലെ വീട്. ഇവിടുന്നാണ് മടയിൽ ചാമുണ്ടി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയത്. പിന്നീട് 10 വീട്ടിൽ പൊതുവാക്കന്മാരുടെ വീടുകളിലും തുടർന്നുള്ള ദിവസങ്ങളിൽ കോലസ്വരൂപത്തിങ്കൽ തായ് പരദേവത കുടികൊള്ളുന്ന കല്ലിന്തിൽ തറവാട്. ഈ ദേവതയെ കണ്ണങ്ങാട് കൂളന്താട്ട് ഭഗവതി എന്നറിയപ്പെടുന്നു. മറന്നെണ്ണി ചെയ്യുന്നത് ആ മറന്നെണ്ണി പ്രകാരം നാട്ടുപരദേവത കുണ്ടൂർ ചാമുണ്ടിയുള്ള തറവാടായ ഇടവലത്ത് തറവാട്ടിലും മുൻപേ കണ്ണങ്ങാടായി അറിയപ്പെട്ടിരുന്ന പൂന്തുരുത്തി മുച്ചിലോട്ടും പോകണം. ക്ഷേത്രത്തിലെ മാറ്റും വിളക്കും തിരിയും കൊടുക്കാൻ അവകാശമുള്ളതും കുണ്ടൂർ ചാമുണ്ടിയുടെ വാസസ്ഥലവുമായ കാവിലെ വണ്ണാത്താൻ വീട്ടിലും താമ്പൂലം നൽകി ദേവിമാരെ സ്വീകരിക്കുന്നു. ശേഷം സമുദായത്തിൽപ്പെട്ടതും തെക്കടവൻ വീട്ടിലും. ക്ഷേത്രം അവകാശികളിൽ 4ാം സ്ഥാനത്തുള്ളവരുടെ തറവാടാണിത്. ഇവിടുന്നാണ് ക്ഷേത്രത്തിലെ കുണ്ടൂർ ചാമുണ്ടിയുടെ കോമരം ആചാരപ്പെടേണ്ടത്. ക്ഷത്രിയ വംശജരായ രാജപരമ്പരയിൽപ്പെട്ട തറവാടായ കണ്ണൂർ പുതിയിടം തറവാട്ടിലും കയറി അകമ്പടിമാരുടെ വീടുകളിലൊന്നായ മുക്കാടൻ വീട്ടിലേക്ക് പോകണം. ഉപദേവതയായ കുണ്ടൂർ ചാമുണ്ടി ഇവിടെയും കുടികൊള്ളുന്നു. സമുദായത്തിൽപ്പെട്ട പ്രധാന 4 തറവാടുകളിൽ ബാക്കി 3 തറവാടുകളും കൊറ്റിയിൽ തന്നെയാണ്. പിലാങ്കൂ തറവാട്, കൂത്തൂർ തറവാട്, പുളുക്കൂൽ തറവാട് ഇവിടെയെല്ലാം കുണ്ടൂർ ചാമുണ്ടിയെ കെട്ടിയാടിക്കുന്ന സ്ഥലമാണ്. मङ्गलं देवदेवाय राजराजाय मङ्गलं मङ्गलं नाथनाथाय कालकालाय मङ्गलं कालकालाय मङ्गलम्
കുഴൽത്താളമൂതി പെരുക്കുന്ന നേരം ഇടം ചെണ്ട കൊട്ടി മുറുകുമിയാമം. കുഴൽത്താളമൂതി പെരുക്കുന്ന നേരം ഇടം ചെണ്ട കൊട്ടി മുറുകുമിയാമം. വരച്ചുവെക്കൽ. കളിയാട്ടം തുടങ്ങുന്നതിന് 7 നാൾ മുൻപ് വരച്ചു വെക്കണം. ഇപ്പോൾ 5 നാൾ മുൻപാണ് വരച്ചുവെക്കൽ. കണ്ണങ്ങാട്ട് ഭഗവതിയുടെയും മറ്റു ദേവതകളുടെ കോലധാരിയെയും പ്രശ്നചിന്തയിലൂടെ കണ്ടെത്തുന്ന ഭക്തിനിർഭരമായ ചടങ്ങ്. കോലക്കാരൻ ആരെന്നറിയുവാനുള്ള ആകാംക്ഷ നിറഞ്ഞ മുഹൂർത്തം. തിരുനടയിൽ ജന്മഗണേശൻ കൈതൊഴുതു. 12 രാശിചക്രം തെളിഞ്ഞ രാശിപ്പലകയൊരുങ്ങി. തിരുനടയിൽ കളം വരച്ചു. വിഘ്നേശ്വരനുള്ള നിവേദ്യം അവലും മലരും തേങ്ങയും നിറഞ്ഞു കത്തുന്ന നിലവിളക്ക്. അന്ത്യത്തിരിയൻ രാശിചക്രം വലം വെച്ച് താമ്പൂല കുസുമാദികൾ കളത്തിൽ ചൊരിഞ്ഞു. തുടർന്ന് അരിമണികൾക്കിടയിലെ സ്വർണത്തിൻ്റെ കിടപ്പനുസരിച്ചുള്ള പ്രശ്നചിന്ത. ഇനി കോലക്കാരനെ നിശ്ചയിക്കണം. സ്വർണം കവിഴ്ന്നിട്ടും ഭാഗ്യത്തിൽ രാഹു 10-ൽ ചന്ദ്രൻ ശരി 12 ജനിക്കും. परिपालयन्तां
न्यायेन मार्गेण महिष्महीशाः गोब्राह्मणेभ्यः शुभमस्तु नित्यं लोकाः समस्ताः सुखिनो भवन्तु लोकाः समस्ताः सुखिनो भवन्तु काले पश्यतु पर्जन्यः पृथिवी सस्यशालिनी देशोऽयं शोभरहितः ब्राह्मणाः सन्तु निर्भयाः ओम गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः।